ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മമ്മൂക്ക ഡബിൾ റോളിൽ വന്നിട്ടുള്ള ചിത്രങ്ങളാണ്. വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പരമ്പര എന്ന ചിത്രത്തെക്കുറിച്ചാണ് കേട്ടോ. സിബി മലയിലെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പരമ്പര. ജോണി ലോറൻസ് എന്ന രണ്ട് പേരുള്ള കഥാപാത്രങ്ങളായിട്ടാണ് മമ്മൂക്ക ചിത്രത്തിൽ വരുന്നത്. ഇതിൽ അച്ഛനും മകനുമായിട്ടാണ് വരുന്നത്. സുമലതയായിരുന്നു ചിത്രത്തിലെ നായികയായിട്ട് വരുന്നത്. ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പരമ്പര. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ദാദാ സാഹേബ്. വിനയൻ സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദാദാ സാഹിബ്. ദാദാ സാഹിബ് എന്ന ടൈറ്റിൽ റോളിൽ തന്നെയാണ് നമുക്ക് ഈ ചിത്രത്തിലെത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സുബൈദാർ അബൂബക്കർ എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ വേഷത്തിലും. ആതിരയാണ് ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത്. 2000 ഇറങ്ങിയ ചിത്രങ്ങളിൽ ഇപ്പോൾ തന്നെയായിരുന്നു ദാദാ സാഹിബ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം. മൂന്നാമതായിരുന്നു ബാല്യകലസഖി. പ്രമോദ് പയ്യന്നൂരായിരുന്നു ചിത്രത്തിൻ്റെ സംവിധാനം. 2014 ചിത്രം പുറത്തിറങ്ങുന്നത്. ബാല്യകലസഖി എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രം കൂടിയായിരുന്നത്. നമുക്ക് ഡബിൾ റോളാണ് വരുന്നത്. മജീദ് എന്ന് പറയുന്ന നായക കഥാപാത്രമായിട്ടും അതുപോലെ തന്നെ മജീദിൻ്റെ ഒപ്പ ആയിട്ടുമാണ് ഈ ചിത്രത്തിൽ നമുക്ക് വരുന്നത്. അടുത്ത ചിത്രം മായബസാർ. തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മായബസാർ. ചിത്രത്തിൽ നമുക്ക് വരുന്നത് ഡബിൾ റോളിലാണ്. മെക്കാനിക്കായ രമേശനായിട്ടും അതുപോലെ തന്നെ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്ന ഒരു അപരിചിതനായ കഥാപാത്രമായിട്ടാണ് നമുക്ക് ചിത്രത്തിൽ വരുന്നത്. അടുത്ത ചിത്രം അണ്ണൻ തമ്പി. അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അണ്ണൻ തമ്പി. ഈ ചിത്രത്തിൽ മമ്മൂക്ക ഡബിൾ റോളിലാണ് വരുന്നത്. അച്ചു അപ്പു എന്ന് പറയുന്ന സഹോദരങ്ങളായിട്ടാണ് നമുക്ക് ചിത്രത്തിൽ വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്